എന്താണ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അമ്മ രാവിലെ വിളിച്ചിട്ട് ചോദിക്കായിരുന്നേ, 5-ാം മാസത്തിലാണോ 7-ാം മാസത്തിലാണോ അങ്ങോട്ട് പോണെന്ന്. ഇതിപ്പോ മാസം 3 കഴിഞ്ഞില്ലേ. അതിനിപ്പോ ഇതിനെ അങ്ങോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ നിന്നാ പോരെ? ഏറ്റവും പ്രയാസമുള്ള സമയമാണ് ആദ്യത്തെ 2 മാസം. അത് കഴിഞ്ഞ് കിട്ടിയില്ലേ, ഇനിയിപ്പോ എന്താ? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഏട്ടാ. വീട്ടുകാർ സമ്മതിക്കും തോന്നില്ല. ഇപ്പൊ തന്നെ അച്ഛനും അമ്മയും അവിടെ കാത്തിരിക്കുക ഞാൻ എപ്പോഴാ വരണം നോക്കിയിട്ട്. അത് മാത്രല്ല, ഞാൻ ഇവിടെ നിന്നാലേ എന്നെ ഏട്ടനും അമ്മയൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട് മോളെ? ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നെ സ്വന്തം അമ്മയായിട്ട് കാണാൻ പറ്റുന്നില്ല മോൾക്ക്? അയ്യോ, എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? എന്റെ സ്വന്തം അമ്മയായിട്ട് ഞാൻ എന്നും കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ അതല്ല, വീട്ടിലെല്ലാവരും കാത്തിരിക്കും. അപ്പൊ അവരോട് എന്താ പറയാ? ആ അങ്ങനെ എന്ന് വെച്ചാ ഞാനും അമ്മയൊക്കെ നിനക്ക് അന്യരും. നിനക്ക് നിന്റെ വീട്ടിൽ ചെന്നാ മാത്രമേ സന്തോഷം കിട്ടുള്ളൂ അല്ലേ? എന്നാ പിന്നെ നീ പോയിക്കോ, ഞങ്ങൾ നിന്നെ തടയുന്നില്ല. അയ്യോ, എന്താ ഏട്ടാ അങ്ങനെ പറയുന്നേ? എനിക്ക് അങ്ങനെ അവിടെ ഇവിടെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടല്ലടാ, നീ ഇവിടെ ഉള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷം. ഇനിയിപ്പോ നീ 5-ാമത്തെ മാസം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിന്നെ ഞാനിവിടെ പൊന്നു പോലെ നോക്കിക്കോളാം. നിനക്ക് ഒരു കുറവും വരുത്തില്ല. അതുപോലെ. അതെന്താ അപ്പൊ ഞാൻ നോക്കില്ല? ഈ സമയത്തെ ഭർത്താക്കന്മാരെക്കാളും അമ്മമാരുടെ സ്നേഹം കൂടുതൽ വേണ്ടത്. ഞാൻ പൊന്നു പോലെ നോക്കാം മോളെ. ഞാൻ അപ്പുറത്തെ വീട്ടിലെ അനത്തിനോട് പറഞ്ഞുപോയി, എന്റെ മരുമോൾക്ക് അവളുടെ വീട്ടിൽ പോകാനല്ല ഇഷ്ടം, ഇവിടെ നിൽക്കാനാണെന്ന്. ഇനി മോള് പോയി കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നോട് ചോദിക്കും, ഞാൻ എന്താ അവരോട് മറുപടി പറയാ? മോൾക്ക് അമ്മനെ വിശ്വാസമില്ലെങ്കിൽ പോയിക്കോ. അയ്യോ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എവിടേക്കും പോണില്ല, ഇവിടെ തന്നെ നിൽക്കാം. നിങ്ങളൊക്കെ ഇത്ര സ്നേഹത്തോടെ എന്റെ കാര്യങ്ങൾ നോക്കാൻ റെഡിയാണെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ പിന്നെ മോൾക്ക് കുടിക്കാൻ വേണ്ടിയുള്ള പാലെടുത്തിട്ട് വരാം. ഇപ്പോഴൊന്ന് ശ്വാസം നേരെ വീണത്. 5-ാം മാസം നിന്റെ വീട്ടിൽ കൊണ്ടുവരണമെന്നേ നിന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മുതൽ ഞാൻ ടെൻഷൻ അടിച്ച് നടക്കുക. ഇപ്പൊ എന്തായാലും ആ കാര്യത്തിനൊരു തീരുമാനമായി. നീ എന്തായാലും ഒന്ന് പാല് കുടിക്കും. നിന്നോട്ട് അങ്ങനെ പോലെ നന്നായിട്ട് മസാജ് ചെയ്യണം. ആ വിരലിലൊക്കെ നീരുണ്ടെന്നാ തോന്നുന്നേ. പിന്നെ ഇല്ലാണ്ട് ഇതിലൊക്കെ നല്ല നീരുണ്ട്. എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ കുറേ നേരം ഒരു സ്ഥലത്ത് നിൽക്കരുതെന്ന്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചൊന്ന് ഇരിക്കേ, എന്നിട്ട് പിന്നെ നടക്കേ മുറ്റടിക്കേ ഇതിലൊക്കെ മെല്ലെ മെല്ലെ ചെയ്താ പോരെ? തിന്നുവേട്ടാ, ഇങ്ങനെ മസാജ് ചെയ്താ പോരാന്നായിട്ട് അമർത്തി മസാജ്. എനിക്ക് നല്ല കടച്ചിലുണ്ട് കാല്. ഇതെന്താ കൊറേ സമയമുണ്ടല്ലോ കാലൊഴിയുന്ന? എനിക്കെന്താ കാല് വേദനയുണ്ടോ? അമ്മ കാല് നല്ല കടച്ചില്. ഞാൻ എന്നോട് പറഞ്ഞതാ കുറച്ചു നേരം ഒഴിഞ്ഞു തരാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസമായമ്മേ എനിക്ക് കാലുവേദന തുടങ്ങിയിട്ട്. ഡോക്ടർ പറഞ്ഞാണ് കുറെ നേരം നിൽക്കരുത്, സ്റ്റെപ്പ് കയറുതെന്നൊക്കെ. ഇവിടെ പറഞ്ഞ കേൾക്കണ്ടേ? പിന്നെ കാലുവേദന വരാണ്ടിരിക്കോ? ഞാൻ അങ്ങനെ കുറെ നേരം നിന്നിട്ടൊന്നും ഇല്ല അമ്മ. ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ചെയ്താൽ മതി, അപ്പൊ നീര് വന്ന് കൂടും. അല്ലെങ്കിൽ ഏട്ട് മര്യാദയ്ക്കൊന്നല്ല മസാജ് ചെയ്യുന്നത്, കുറച്ചുകൂടി എണ്ണയിട്ട് നന്നായിട്ട് ഒഴിഞ്ഞതാ. അല്ലാണ്ട് എങ്ങനെ മാറാനാ? ഇതേ നീയൊന്നും ഒഴിഞ്ഞാൽ ശരിയാവില്ല. മോനങ്ങ മാറ്, അമ്മ ഒഴിഞ്ഞു കൊടുക്ക. എവിടെയാ കാല് കടച്ചില്? മോള് പറയും, അമ്മ ഒഴിഞ്ഞു തരാം. ഇവിടെയാ? കുറച്ചുകൂടി ഇങ്ങോട്ട്. ഇവിടെ. ആ ഇതിപ്പോ കണ്ടോ? ഇതൊക്കെ നോർമലാ മോളെ, കണ്ടില്ലേ? ഇപ്പൊ മാറിയില്ലേ? ആ അത്രേ ഉള്ളൂ, മാറി. ഇതൊക്കെ സാധാരണയല്ലേ, ഇപ്പൊ എന്ത് ഒഴിയാനുണ്ട്? അല്ലമ്മേ, കുറച്ച് അങ്ങോട്ടേക്ക്. ഇതാ എങ്ങനെ 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 എന്നിട്ട് മോളെന്നെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അതാ ഞാനമ്പോ നനച്ചു തന്നതാ. നോക്ക്, ഇതാ നൂർന്നത്. ഇതേ ഉള്ളൂ. ഇതിന് തിരുമ്മി 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 കൊടുക്കുന്ന എന്ത് കാര്യം മോളെ? ഇവിടെ കാല് ഒഴിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കടയിലെ കച്ചവടം പോകും. അല്ലമ്മേ, അത് അവക്ക് കാലുവേദന എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നിന്ന. നീ ഇനി ഒന്നും പറയണ്ട, ഇവിടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. പ്രസവമാണ് മോനെ വരുന്നത്, ചെലവ് എത്രയാണെന്നറിയോ? ഇനിയിപ്പൊ അമ്മ നോക്കിയാൽ ശരിയാവുന്നില്ല, എന്നെ വിശ്വാസം ഇല്ലെങ്കിലേ നീ നിന്നോ, ഞാൻ ഒന്നും പറയുന്നില്ല. അമ്മ എന്താ അമ്മ പറയുന്നത്? അമ്മ ഇവിടെ ഉള്ളല്ലേ എന്റെ ധൈര്യം. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ അമ്മയോട് പറഞ്ഞത് കേട്ടോ. ഞാനിപ്പോ പോട്ടെ. ശരി. ഇതാണ് ഞാൻ പറയുന്നത്. അവൻ ഷോപ്പ് തീർക്കുന്ന സമയം എത്ര വൈകിയതാ പറയുന്നത്. അവനോട് വെറുതെ പിടിച്ചിട്ട് എന്താ കാര്യം മോളെ? വെറുതെ എങ്ങനെ കാലം നീട്ടിയിരുന്നാലേ പിന്നെ നീര് കൂടുക ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും മോള്,
തുണികളൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട്, അതിനെയൊക്കെ എടുത്ത് മടക്കി വെക്കി. പിന്നെ മെഷീനിൽ തുണിയുണ്ട്, അതിനെടുത്ത് മേലെ നിന്ന് ഉണങ്ങാനിട്. എന്നിട്ട് 5 മിനിറ്റ് ഇരിക്കേ. അതിനുശേഷം മീനെടുത്ത് നല്ലോണം മുറിച്ച് കഴുകിത്താ, അമ്മ നല്ല ടേസ്റ്റിൽ കറി ഉണ്ടാക്കി തരാം. ഇതൊക്കെ നോർമലാ, ഗർഭിണികളല്ലേ, കാൽ ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര ഞരമ്പിന്റെ അങ്ങനെയൊക്കെ ആകും. അതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ അതിന് മാത്രം സമയം ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ കാലത്തെ കാണണം മോളെ, മസില് കേറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വെച്ച് കഴിഞ്ഞാൽ മസില് ആരും ഒഴിഞ്ഞു തരേ. രാത്രി ഉറക്കൂലാണ്ട് സ്വന്തമായിട്ട് ഒഴിഞ്ഞു ഒഴിഞ്ഞു വിറക്കുക തന്നെ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ മോളെ. പണി എടുത്തുകൊണ്ടേ ഇരുന്നോ, റെസ്റ്റേ എടുക്കണ്ട, അപ്പൊ ശരീരത്തിന് നല്ല സുഖം കിട്ടും. ബാ. ഇവിടെ വെച്ചതായിരുന്നല്ലോ, എവിടെ പോയി? ഞാൻ കുറച്ച് നേരത്തെ കണ്ടതാണല്ലോ ഇവിടെ. വേറെ എവിടെയെങ്കിലും വെച്ചോ? ഇവിടെ ഒന്നുമില്ല. പിന്നെ എവിടെ പോയി? എന്താ മോളെ തരുന്ന്? അമ്മ ഇതിൽ 2 ആപ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നേ, ഇപ്പൊ കാണുന്നില്ല. അമ്മ എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റി വെച്ചോ? ആപ്പിളോ? അത് ഒരെണ്ണം ഞാൻ കഴിച്ചു, ഇത് ഒരെണ്ണം എടുത്ത് ടേബിൾ വെച്ചിട്ടുണ്ട്. അല്ല ഇപ്പൊ നിനക്ക് എന്തിനാ? അത് വിശന്നിട്ടാ അമ്മേ, എന്തോ കഴിക്കാൻ തോന്നുന്നു. ഇവിടെ ആണെങ്കിൽ വേറൊന്നും കഴിക്കാനില്ലല്ലോ. വേറൊന്നും കഴിക്കാനില്ലെന്നോ? നീ എന്താ മോളെ ഈ പറയുന്നത്? അവൻ കേട്ട വിചാരിച്ച് ഞാൻ നിന്നെ പട്ടിണിക്ക് ഇടുക എന്നുള്ളത്. രാവിലെ 5 ദോശ കഴിച്ചില്ലേ, ഇപ്പൊ ഉച്ചക്ക് വയറ് നിറയെ മത്തി പൊരിച്ചും കൂടി ചോറ് കഴിച്ചില്ലേ. ഞാനല്ലേ നിനക്ക് പൊരിച്ചു തന്നത്? ഇനിയും വിശപ്പ് മാറിയില്ല, എന്നിട്ട് പറയാ ഒന്നും കഴിക്കാനില്ലാന്ന്. ഇതെന്താ കഥ? അപ്പുറം ഇപ്പുറം ആൾക്കാർ കേട്ട എന്താ വിചാരിക്കുക? അയ്യോ അമ്മയ്ക്ക് വിഷമായോ? ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ല, എന്തൊക്കെയോ കഴിക്കണം എന്നൊരു തോന്നല്. ഞാൻ ആപ്പിള് കഴിക്കാം. അത് എനിക്ക് കഴിക്കാൻ വേണ്ടി വെച്ചതാ മോളെ. ഞാൻ ഇത്രയും മരുന്ന് കഴിക്കല്ലേ, ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം 2 ആപ്പിൾ വെച്ച് കഴിക്കണം എന്നുള്ളത്. മോള് 11 മണിയാകുമ്പോ ഒരു പഴമെടുത്ത് കഴിക്കുന്ന കണ്ടല്ലോ ഞാന്. ഗർഭിണികൾ ഒരു ദിവസം ഒരു ഫ്രൂട്ടേ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഷുഗർ അങ്ങ് കൂടും. അതിനമ്മ എനിക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ. മോളെ ഷുഗർ ഇപ്പൊ ഇല്ലാത്തത് നോക്കണ്ട, ഫ്രൂട്ട്സ് കുറെ കഴിച്ചാലേ ഷുഗർ പിന്നീട് കൂടിയാലോ ബുദ്ധിമുട്ടല്ലേ. ഇനി ഷുഗർ വരാതെ നോക്കണം, അതാ നല്ലത്. ഇപ്പൊ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് എന്താ ചെയ്യുന്നത്? ഇത്ര ചോറും കൊണ്ടല്ലേ പോണ ഉച്ചക്കലത്തേക്ക്, എന്നിട്ട് കുറെ ഫ്രൂട്ട്സും വാരി കെട്ടിക്കൊണ്ട് പോവുകയാണ്. മോളെ നീ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എങ്ങനെ വിശപ്പ് തോന്നുന്നത്? ചൂലെടുത്ത് ചുറ്റും ഒക്കെ ഒന്ന് അടിച്ചു വാരും, അത് കഴിഞ്ഞിട്ട് റൂമുകൾ മുഴുവനും അടിച്ചു വാരും. അപ്പോഴത്തേക്ക് നിന്റെ വിശപ്പങ്ങ് പോകും. പിന്നെ വൈകുന്നേരം ആവുമ്പോ അമ്മ നല്ലൊരു ചായ ഉണ്ടാക്കി തരാം. എടാ കുറച്ച് വെള്ളം എടുത്തിട്ട് വരുമോ? വെള്ളം എടുത്തിട്ട് വരാനോ? എന്റെ ഏട്ടാ എനിക്ക് നല്ല നടുവേദന, ഞാൻ ഇരിക്കാൻ വേണ്ടിട്ടാ അങ്ങോട്ടേക്ക് വന്നത്. നടുവേനയോ? ഇതിപ്പോ എന്ത് പറ്റി? കാലുവേനൊന്ന് മാറി വരുന്നല്ലോ ഉള്ളൂ, അപ്പോഴത്തേനും അടുത്ത പ്രശ്നങ്ങളായോ? വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നീര് വരുന്നു പറഞ്ഞിട്ട് കൊറേ ദിവസമായി, ഒരു സെക്കൻഡ് പോലെ എന്നെ ഇവിടെ ഇരുത്താണ്ട് അമ്മ ഓരോരോ പണി തന്നോണ്ടിരിക്കുക. നടൂല അപ്പൊ നീര് തോന്നുന്നു, അനക്കാൻ പറ്റുന്നില്ല. എടാ നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അമ്മേനോട് പറഞ്ഞുവിടായിരുന്നോ? അമ്മ നിന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളല്ലേ, പിന്നെ അമ്മ നിന്നോട് എന്തെങ്കിലും പണിയെടുക്കാൻ പറയോ? അതല്ല ഏട്ടാ, എത്രയെന്ന് വെച്ചിട്ട് അങ്ങനെ വയ്യാന്ന് പറയാ. പിന്നെ അമ്മ ഓരോരോ പണിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴേ എനിക്കങ്ങനെ മിണ്ടാണ്ടിരിക്കാനും തോന്നില്ല. 2 ദിവസം ഞാൻ വന്ന് കിടന്നു, തീരെ വയ്യാണ്ട്. പിന്നെ അമ്മേന്റെ മുഖമൊക്കെ എന്തോ, അമ്മയ്ക്ക് മനസ്സിലാവില്ലല്ലോ എനിക്ക് വയ്യാന്നൊന്നും. അതാ പിന്നെ ഞാൻ, അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യും. നീ എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്? അമ്മയ്ക്ക് അറിയില്ലേ നിന്റെ ഈ സമയത്ത് പ്രശ്നങ്ങളൊക്കെ? അമ്മ എന്താ പ്രസവിക്കാത്ത ആളാ? അല്ല ദിനോട്ടാ, അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാനും പറ്റണ്ടേ. ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. വീട്ടിലേക്ക് പോവാനോ? നീ എന്തേ പറയുന്നേ? അല്ല അത് മാത്രല്ല, എനിക്ക് കുറച്ച് റെസ്റ്റും വേണമെന്നുണ്ട്. പിന്നെ ഈ സമയത്ത് എല്ലാവരും ആഗ്രഹിക്കണല്ലേ സ്വന്തം അമ്മേന്റെ ഒപ്പം പോയി നിൽക്കണമെന്നൊക്കെ. ഇവിടുത്തെ അമ്മ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, എന്നാലും. എടാ എനിക്ക് മനസ്സിലാവാനായിട്ടല്ല, നമ്മൾ എന്തായാലും നേരത്തെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞല്ലേ അങ്ങോട്ട് വരുന്നില്ല, പ്രസവം ഇവിടെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ നീ പെട്ടെന്ന് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക? ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അമ്മ നിന്നെ നോക്കുന്നില്ല എന്നൊക്കെയല്ലേ വിചാരിക്കുക? എടാ അത് നമുക്ക് എല്ലാവർക്കും മോശമല്ലേ. ഇനിയിപ്പോ നിനക്ക് വയ്യാൻ തോന്നുകയാണെങ്കിൽ നീ വന്ന് കിടന്നോ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും
എന്നോട് അമ്മയോട് ചോദിക്കാൻ മടിക്കണ്ട. ഇനിയിപ്പോ നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നീ പറഞ്ഞോ, ഞങ്ങൾ റെഡിയാക്കി തരില്ലേ. നടുവേനം വെച്ചിട്ട് നീ അധികം നേരം ഇരിക്കണ്ട, കിടന്നോ. ഞാൻ താഴെ ചെന്നിട്ടെ കുറച്ച് വെള്ളം എടുത്തിട്ടെ, ഇതിൽ വെള്ളം തീർന്നു തോന്നുന്നു. എന്താ ചെയ്യാ, പറഞ്ഞിട്ട് മനസ്സിലാവില്ല. ഈ കാര്യം അമ്മേനോടും പറയാൻ പറ്റില്ല, അമ്മയ്ക്ക് വിഷമം. ഒന്ന് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ബിനുവേട്ടാ, എന്താ എന്താണ് എന്തു പറ്റി? ബിനുവേട്ട വാഷ്റൂം കഴുകിയില്ല? കഴുകിയതാണല്ലോ. എന്നിട്ട് ഇത്ര മണം വരണേ? ഒന്നുകൂടി കഴുകുക, എനിക്ക് ഇന്ന് താന്ന് കഴുകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഞാൻ എത്ര പ്രാവശ്യം ഒരു ദിവസം വാഷ്റൂം കഴുകണം? ഇപ്പൊ തന്നെ 2-3 പ്രാവശ്യം കഴുകി. എനിക്ക് ഇത് തന്നെയാണ് പണി. അതിനെന്തിനാണ് എന്നോട് ദേഷ്യപ്പെടാൻ നിൽക്കുന്നത്? വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മുടെ കുഞ്ഞിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. കഥയ്ക്കും എനിക്ക് സംസാരിക്കുമ്പോ ഞാൻ വാഷ്റൂം കൂടി കഴുകാൻ നിന്നാല് ഇൻഫെക്ഷൻ ആവുന്ന. ഒന്നുകൂടി കഴുക. ഓ എടി, ഞാനൊരു ദിവസം 4-5 പ്രാവശ്യം വാഷ്റൂം കഴുകുന്നുണ്ട്. പിന്നെ നിനക്ക് പൊടി അവിടെ കാണാൻ പറ്റില്ല, ഇവിടെ കാണാൻ പറ്റില്ല. അതുണ്ടെങ്കിൽ വലിയ പ്രശ്നം. പിന്നെ മണാണെങ്കിൽ പറയേ വേണ്ട. ഞാൻ ഇവിടെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് മടുത്തു. അല്ല, നിനക്ക് ഒരു പണി എടുക്കാൻ പറ്റുന്നില്ല? എന്നെ കൊണ്ട് പറ്റുന്നതില്ല, എല്ലാം ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ പോയി നിൽക്കാന്ന്. അവിടെയാണെങ്കിൽ അമ്മ ഇങ്ങനെ കണക്ക് പറയില്ലല്ലോ. കാല് നീര് വന്നിട്ട് നല്ല വണ്ണമായിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റണില്ല. കാല് വേദനിച്ചിട്ടാ ഞാൻ നിൽക്കുന്നത്. പിന്നെ ഈ പൊടി വാറുമ്പോഴുള്ള ബുദ്ധിമുട്ടും മണമൊക്കെ ഞാൻ വിളിച്ചു വരുത്തി ഉണ്ടാക്കിയതാണ്. എന്റെ പൊന്നു മോളെ, ഞാൻ അറിയാണ്ട് പറഞ്ഞതാ. നീ ഒന്ന് ക്ഷമിക്ക്. ഞാൻ ചെന്ന് ക്ലീൻ ചെയ്തോളാം. നീ ഇനിയിപ്പോ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് നിന്റെ BP കൂട്ടാൻ നിൽക്കണ്ട. എന്നാ വേഗം കഴുകാൻ നോക്ക്, ഈ വാഷ്റൂം പോകണല്ലോ. ഇത് 5ാമത്തെ പ്രാവശ്യമാണ് വാഷ്റൂം കഴുകാൻ പോകുന്നത്. ഇനിയിപ്പോ ഇന്ന് എത്ര വട്ടം കഴുകേണ്ട വരും? ഓ, മനുഷ്യൻ നടു പൊടിഞ്ഞു പോയി. ആവുന്നില്ല. അപ്പൊ എത്ര പണി എടുക്കുന്നത്? നീ അങ്ങോട്ടേ വൈപ്പർ എടുത്തിട്ട് വേറെ അങ്ങോട്ട് വാഷ്റൂം ക്ലീൻ ചെയ്യാൻ. നിനക്ക് ഇതന്നെ പണി? പിന്നെ എന്ത് ചെയ്യാനാ? അവള് പ്രഗ്നന്റ് ആയ അന്ന് മുതൽ തുടങ്ങിയതാ ഈ വൃത്തിക്കൂടുതലിന്റെ പ്രശ്നം. ഇന്ന് 5ാമത്തെ പ്രാവശ്യമേ വാഷ്റൂം കഴുകാൻ പോകുന്നു. അല്ല, അമ്മ ഫ്രീയാ? ഞാനോ ഫ്രീയാ? എന്റെ പൊന്നു മോനെ, രാവിലെ തുടങ്ങിയ പണിയാ എനിക്ക്. മീൻ കഴുകിയ വെള്ളപ്പടി ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് നിന്റെ ഭാര്യ അടുക്കളയിലേക്ക് മണം വരും ഒരു 4-5 പ്രാവശ്യം അടുപ്പ് ഛർദ്ദിക്കുന്നു. എന്നിട്ട് നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് പോയത് ആ മീനിന്റെ മണം പോകുന്നവരുടെ വെള്ളം ഒഴിച്ച് കഴുകി വിടുന്നു. ഇത്ര നേരം ഞാൻ കഴുകിയിരിക്കുന്നു. അതാണെങ്കിൽ കഴുകിയ പോകുന്നില്ല. പിന്നെ അത് മാത്രല്ലടാ മോനെ, അവൾക്ക് അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല. കറിന്റെ മണം ഇഷ്ടപ്പെടുന്നില്ല, ചോറ് തിളയ്ക്കുന്നതിന്റെ മണം ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കലില്ല. മുൻപിലേക്ക് പോയാലോ ആ പൂവിന്റെ മണം ഇഷ്ടപ്പെടുന്നില്ല, ഈ പൂവിന്റെ മണം ഇഷ്ടപ്പെടുന്നില്ല, മുറ്റത്തേക്ക് ഇറങ്ങലില്ല. ബാത്റൂം കഴുകൽ മുഴുവൻ നീയമായി. എന്താ ചെയ്യാന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ലടാ മോനെ. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അവളെ വീട്ടിലേക്ക് അയച്ചുവിടാനാ? അയ്യോ, അങ്ങനെ ഞാൻ പറയുന്നില്ല മോനെ. പിന്നെ ഈ സമയത്ത് അവൾക്ക് ഭർത്താവിന്റെ അമ്മായിയമ്മന്റെ സ്നേഹവും അല്ലടാ വേണ്ടത്, സ്വന്തം അമ്മന്റെ സ്നേഹവും വേണ്ടത്. അമ്മേ, ഞാൻ ആലോചിച്ചിട്ടേ ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. ഇവിടെ മനുഷ്യൻ പണിയെടുത്ത് ഊപ്പാടളകി പോയി. നമ്മക്കേ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാലോ? സത്യം പറഞ്ഞ ഞാനും അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിന്നോട് എങ്ങനെ പറയാന്ന് വിചാരിച്ചിട്ടാ മോനെ. കുറച്ച് ദിവസമായമ്മേ ഞാൻ ഈ കാര്യം നിന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. അമ്മ, ഞാനേ ചെന്നിട്ട് വാഷ്റൂം ക്ലീൻ ചെയ്യട്ടെ. അവിടെ കാത്തിട്ടുണ്ട്. അമ്മ, അവിടുന്ന് എത്ര പേര് വരുന്നുണ്ട്? ആണോ? എത്ര മണിക്ക് എത്താ നാളെ? 8 മണിക്കാ മുഹൂർത്തം? ആ, ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. എന്നാ ശരി ശരി ശരി. നാളെ എത്ര മണിക്കാ മോളെ മുഹൂർത്തം പറഞ്ഞത് അമ്മ? അമ്മ, അവിടെ നിന്ന് അവര് 7:15 ഇറങ്ങുന്നത്. 7:20 രാഹുകാലമാണ് അത്ര. അപ്പൊ അതിനു മുമ്പ് ഇറങ്ങണമെന്ന്. ഇവിടെ ഒരു 8 മണിക്ക് എത്തും. പിന്നെ 10:45 മുഹൂർത്തം. വീട്ടിൽ പോയാലേ മോൾക്ക് ഞങ്ങളെയൊക്കെ മിസ് ചെയ്യില്ലേ? അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് മോളെ പറഞ്ഞേക്കെ. പക്ഷെ മോളുടെ സ്വന്തം വീട്ടിൽ പോകുമ്പോ മോൾ കുറച്ചും കൂടി സന്തോഷം കിട്ടുകയാണെങ്കിലോ പറഞ്ഞിട്ടാ. എന്തായാലും മോള് വേഗം പോയിട്ട് നാളേക്കുള്ള പോകാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുക. സാരിയും മേക്കപ്പ് സാധനങ്ങളൊക്കെ. ഇവിടെ നേരത്തെ കിടന്ന ഭക്ഷണം കഴിച്ചിട്ട്. ആ ശരി അമ്മ.
നിനക്ക് ഇവിടുന്ന് പോകുന്നതിൽ സങ്കടം ഉണ്ടോ? വിഷമമുണ്ടോന്ന് ചോദിച്ചാ എല്ലാരെയും വിട്ടു പോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ അമ്മേന്റെ അടുത്ത് നിൽക്കാലോ, അതാലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും കെയർ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ. പക്ഷെ ഈ സമയത്തെ അമ്മമാർക്ക് നമ്മളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാ പിന്നെ ഞാൻ വേഗം വരില്ലേ. എന്നാ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ.